മലകളിലെല്ലാം പച്ചപ്പ്. വരണ്ട കർണാട്ടിക് ദേശം കടന്നു വരുന്നവന് ഈ നാട് പറുദീസയാണ്. ജർമ്മൻകാരനും ഭാഷാ പണ്ഡിതനുമായ ഹെർമൻ ഗുണ്ടർട്ട് മലയാള ദേശത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിവ. മലയാള സാഹിത്യത്തിലും കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ ഒട്ടേറെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് തലശ്ശേരിയിലെ മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. മ്യൂസിയത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. തലശ്ശേരി നെട്ടൂർ ഇല്ലിക്കുന്നിലെ ഗുണ്ടർട്ട് ബംഗ്ലാവിൽ എത്തി ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിന്റെ സ്മരണകൾ തൊട്ടറിയുകയാണ് ഇപ്പോൾ സ്വദേശികളും വിദേശികളും, അതും നൂതന സാങ്കേതിക വിദ്യയിലൂടെ. 9 സോണുകളായാണ് മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത്. ജർമ്മൻകാരനായ ഗുണ്ടർട്ടിന്റെ ജീവിതവും രചനകളും സംഭാവനകളുമാണ് ഇവിടെ പ്രധാനമായുള്ളത്. മ്യൂസിയത്തിനകത്ത് പ്രവേശിച്ചാൽ തലശ്ശേരി പൈതൃക പദ്ധതിയെക്കുറിച്ചുള്ള വിവരണങ്ങളും ഭൂപടവും ആമുഖമായി കാണാം. സോൺ 2-ൽ ഗുണ്ടർട്ടിന്റെ ചിത്രങ്ങളും വീഡിയോകളും കണ്ട് ആസ്വദിക്കാനാകും. മറ്റ് സോണുകളിലായി ഗുണ്ടർട്ട് ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സംഭാവനകൾ, നിഘണ്ടുവും വ്യാകരണവും ഐതിഹാസിക രചനകളും സന്ദർശകർക്ക് നൂതന വിദ്യാസഹായത്തോടെ കാണാൻ സാധിക്കും. കൂടാതെ ഹെർമൻ ഹെസ്സ ലൈബ്രറിയും അതിനോട് ചേർന്ന് ഗുണ്ടർട്ട് ഹാളും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. $4.34 കോടി ചെലവഴിച്ചാണ് ഗുണ്ടർട്ട് ബംഗ്ലാവ് ഡെവലപ്മെന്റ് ഓഫ് കമ്പോണൻസ് എന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ജർമ്മനിയിലെ സർവകലാശാലയുമായി ചേർന്ന് ഭാഷാ പഠനത്തിനും ഗവേഷണത്തിനും ഇവിടെ സൗകര്യമുണ്ടാവും. പഴയ ബംഗ്ലാവിന്റെ തനിമ നിലനിർത്തിയാണ് നവീകരണം പൂർത്തിയാക്കിയത്.